വിജ്ഞാനത്തിൻ്റെ അഗ്നിജ്വാലയായ രാമവചനങ്ങൾ. യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 20. ഭാഗം 1. വൈരാഗ്യപ്രകരണം. സകലലോകചമത്കൃതി കാരിണോപ്യഭിമതം യതി രാഘവച്ഛേദസഃ ഫലദിനോ തതിമേ വയമേവ ഹി സ്ഫുടതരം മുനയോ ഹതബുദ്ധയഃ. വാൽമീകി പറഞ്ഞു, മനസ്സിലെ മോഹവിഭ്രങ്ങളെ ഇല്ലാതാക്കുന്ന വിജ്ഞാനത്തിൻ്റെ അഗ്നിജ്വാല പോലെയുള്ള രാമവചനങ്ങൾ കേട്ട് രാജസഭയിലുള്ളവര് പ്രചോദിതരായി. അവർക്ക് തങ്ങളുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങിയതായി തോന്നി. രാമന്റെ അമൃത സമാനമായ വാക്കുകൾ അവര് പാനം ചെയ്തു. രാമൻ പറയുന്നത് കേട്ടിരുന്ന അവര് ചിത്രപടങ്ങളിലെ ജീവനില്ലാത്ത രൂപങ്ങളെ പോലെ അനങ്ങാതെ അതീവ ശ്രദ്ധയോടെ ആ വചനങ്ങളിൽ മുഗ്ധരായി ലയിച്ചിരുന്നു. ആരൊക്കെയാണ് രാമന്റെ പ്രഭാഷണം ശ്രവിച്ചിരുന്നത്? മഹർഷികളായ വസിഷ്ഠനും വിശ്വാമിത്രനും, മന്ത്രിമാര്, രാജകുടുംബത്തിലെ അംഗങ്ങള്, മഹാരാജാവ് ദശരഥൻ, നഗരവാസികള്, സന്യാസിമാര്, സേവകര്, കൂട്ടിലടച്ച കിളികള്, അരുമമൃഗങ്ങൾ, കൊട്ടാരത്തിലെ കുതിരകള് എന്നിവരെ കൂടാതെ ആകാശചാരികളായ ഗന്ധർവന്മാർ, മാമുനികൾ, ദേവവൃന്ദങ്ങളും ആ വാക്കുകൾ കേട്ടിരുന്നു. ദേവരാജാവായ ഇന്ദ്രനും നരക ലോകരാജാവും രാമഭാഷണം കേട്ടു. എല്ലാവരും രാമന്റെ വാക്കുകൾ കേട്ട് ആവേശഭരിതരായി സബാഷ് സബാഷ് എന്ന് വിളിച്ചു പറഞ്ഞു. രാമന് മേല് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. എല്ലാവരും രാമന്റെ വാക്കുകൾ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. തീർച്ചയായും ദേവഗുരുവിന് പോലും അസാധ്യമായ ഒരു സുപ്രഭാഷണമാണ് തികച്ചും അനാസക്തനായ രാമന്റെ നാവിൽ നിന്നുദിച്ചത്. ഈ വാക്കുകൾ കേൾക്കാനിടയായത് ഞങ്ങളുടെ ഭാഗ്യാതിരേകം മൂലമാണ്. അത് കേൾക്കെ സ്വർഗത്തിൽ പോലും സുഖം തന്നെ എന്ന ഒന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഉത്തമരായ മഹർഷികൾ പറഞ്ഞു, മഹാത്മാക്കളെ, രാമന്റെ അതിവഹനങ്ങളായ ചോദ്യങ്ങൾക്ക് നൽകാൻ പോകുന്ന ഉത്തരം എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. എല്ലാവരും ദശരഥ രാജാവിന്റെ സഭയിലേക്ക് വന്നാലും വസിഷ്ഠ മഹർഷിയുടെ ഉത്തരങ്ങൾ ശ്രദ്ധിച്ചാലും. വാൽമീകി പറഞ്ഞു, ഇത് കേട്ട് മാമുനി വൃന്ദം സഭയിൽ വന്നു ചേർന്നു. രാജാവ് അവരെയെല്ലാം ഉചിതമായ ഉപചാരങ്ങളോടെ ആസനസ്ഥരാക്കി. നമ്മുടെ ഹൃദയത്തിൽ വിജ്ഞാനമകുടമായ രാമന്റെ ചോദ്യങ്ങൾ പരിചിന്തനത്തിന് വിധേയമായില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമുക്ക് എന്ത് ബുദ്ധി വൈഭവങ്ങളുണ്ടെങ്കിലും ഈ ചിന്തകൾ നമ്മിൽ ഉണരുന്നില്ലെങ്കിൽ നമ്മുടെ ബോധം നശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താം. വൈരാഗ്യപ്രകരണം എന്ന 1-ാം ഭാഗം അവസാനിച്ചു.